10ാം ക്ലാസ്സിൽ നമ്മൾ പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്ററിനെ പറ്റി പഠിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സർക്യൂട്ടിൽ കറണ്ടിനെ നിയന്ത്രിക്കുന്ന ഏതൊരു ഡിവൈസിനെയും ഏതൊരു ഉപകരണത്തെയും നമുക്ക് എന്ത് വിളിക്കാം? പ്രതിരോധകം അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ന് വിളിക്കാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ പ്രതിരോധകത്തെ വരക്കുക? ഇതാണ് നമ്മുടെ സർക്യൂട്ടിലെ പ്രതിരോധകം. പ്രതിരോധത്തിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഫാന്, ബൾബ്, മിക്സി ഇതൊക്കെ പ്രതിരോധകങ്ങൾ തന്നെയാണ്, റെസിസ്റ്റർ ആണ്. ഇനി നമുക്ക് സർക്യൂട്ട് ആയിട്ട് തന്നെ വരക്കുകയാണെങ്കിൽ എങ്ങനെ വരക്കാം? ഇതൊരു സെല്ല്, പിന്നെ ഇതൊരു സ്വിച്ച്. അപ്പൊ ഇതില് ഈ സെല്ലില് വലിയ വര പോസിറ്റീവ് ടെർമിനലും ചെറിയ വര നെഗറ്റീവ് ടെർമിനലുമാണ്. റെസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രതിരോധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറണ്ടിനെ നിയന്ത്രിക്കുന്ന ഒരാളാണ് അല്ലെ. അപ്പൊ എത്രത്തോളം കറണ്ടിനെ നിയന്ത്രിക്കുന്നു അല്ലെ, കുറച്ചാണോ കൂടുതലാണോ എന്ന് പറയാൻ വേണ്ടി ഒരു അളവ് വേണം അല്ലെ. അപ്പൊ ആ അളവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് വിളിക്കുന്നത്. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ പ്രതിരോധം എന്ന് വിളിക്കുന്നത്. ഇതിനെ നമ്മളൊരു ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. അതാണ് ആർ. അപ്പൊ ഒരളവാണ്, അളവിന് എന്തുണ്ടാവും? ഒരു യൂണിറ്റ് ഉണ്ടാവും അല്ലെ. അപ്പൊ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഓം. ഓമിനെ നമുക്ക് ഇങ്ങനെ സൂചിപ്പിക്കാം, റാ പോലെയുള്ള ലെറ്റർ കൊണ്ട് നമുക്ക് ഓമിനെ സൂചിപ്പിക്കാം. ഓക്കെ, പ്രതിരോധകത്തെ നമ്മൾ എങ്ങനെയാണ് സർക്യൂട്ടിൽ ബന്ധിപ്പിക്കുക നോക്കിയാൽ, അപ്പൊ ഒന്നിനും കൂടുതൽ പ്രതിരോധകങ്ങൾ ഉണ്ടെങ്കിൽ, റെസിസ്റ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ പ്രതിരോധകങ്ങളെ സർക്യൂട്ടിൽ ബന്ധിപ്പിക്കാം. ശ്രേണി രീതിയും സമാന്തര രീതിയും. ശ്രേണി രീതി എന്ന് പറഞ്ഞാൽ സീരീസ് കണക്ഷൻ, സമാന്തര രീതി എന്ന് പറഞ്ഞാൽ പാരലൽ കണക്ഷൻ. വേണമെങ്കിൽ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടും നമുക്ക് സർക്യൂട്ടിൽ ബന്ധിപ്പിക്കാൻ പറ്റും. എന്താണ് ശ്രേണി രീതി നോക്കാം. ശ്രേണി രീതി നമ്മൾ ചിത്രത്തിൽ കാണുന്നത് ഇതാണ് ശ്രേണി രീതി. നമുക്ക് ഒരു സെല്ല് കാണാം അല്ലെ. സെല്ലില് നോക്കി ഇവിടുന്ന് നമ്മളെ വോൾട്ടേജ് ഇതാ, ഈ ഒരു സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് അല്ലെ, വലിയ വര പോസിറ്റീവ് ആണ്, ചെറിയ വര നെഗറ്റീവ് ആണ് അല്ലെ. ഈ പോസിറ്റീവ് ടെർമിനലായിട്ട് റെസിസ്റ്ററിന്റെ ഈ ഒരു പ്രതിരോധത്തിൽ ഈ അഗ്രം കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നെഗറ്റീവ് ടെർമിനലായിട്ട് ഡയറക്റ്റ് കണക്ഷൻ വരുന്നുണ്ടോ? ഇല്ല. അതേപോലെ തന്നെ ഇതിന്റെ നെഗറ്റീവ്, ഇത് എന്താണ്? ഈ ഒരു റെസിസ്റ്ററിന്റെ ഈ ഒരു ഭാഗം നെഗറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെ. പക്ഷെ അവിടെ സമാന്തര രീതി നോക്കുകയാണെങ്കിൽ എന്താ, പോസിറ്റീവ് ടെർമിനലുമായിട്ട് എന്താണ് കണക്ഷൻ വരുന്നത്? രണ്ട് റെസിസ്റ്ററിന്റെ ഈ രണ്ട് റെസിസ്റ്ററിന്റെയും ഒരു ഭാഗം എന്താണ്? പോസിറ്റീവ് ടെർമിനലായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെ, പോസിറ്റീവ് അഗ്രമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നെഗറ്റീവ് അഗ്രം നോക്കി, ഈ രണ്ട് റെസിസ്റ്ററിന്റെയും രണ്ട് അഗ്രമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്താ, ഡയറക്റ്റ് ഈ ഒരു സെല്ല് രണ്ട് റെസിസ്റ്ററും ഈ സെല്ലുമായിട്ട് ഘടിപ്പിച്ചിട്ടുണ്ട്, ബന്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇങ്ങനെയുള്ള രീതിയാണ് നമ്മൾ സമാന്തര രീതി. ഈ രീതിയെ നമ്മൾ ശ്രേണി രീതി എന്ന് പറയാം. നമ്മൾ പറഞ്ഞു എന്താണ്, കറണ്ട് നമ്മൾ വെള്ളം പോലെ വിചാരിക്കാം. വെള്ളം ഒഴുകി പോവുകയാണെങ്കിൽ എന്താണ്, രണ്ട് വഴി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? വെള്ളം രണ്ട് വഴിയിലൂടെ പോകും അല്ലെ. അതുപോലെ തന്നെ നമ്മൾ കറണ്ടും ചെയ്യുന്നത്. വൈദ്യുതി ഇങ്ങനെ പ്രവഹിച്ചു പോവുകയാണ്, ഒരു വഴിയല്ലോ അല്ലെ, വൈദ്യുതി ഇങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇവിടെ എല്ലാം എന്താണ്, സെയിം കറണ്ടാണ് പോകുന്നത്. ഇവിടെ ഐ ആണെങ്കിൽ എന്തായിരിക്കും? സെയിം ഐ തന്നെയാണ് രണ്ടിലും പോകുന്നത്. ഓക്കെ ആണല്ലോ. ഇനി ഇങ്ങനെ ഇവിടെ നോക്കുകയാണെങ്കിൽ എന്താണ്, കറണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് കറണ്ടിന്റെ രണ്ട് വഴി കണ്ടു. അപ്പൊ എന്ത് ചെയ്യും? രണ്ടിലും എന്താണ്, സെപ്പറേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ ഇവിടെ ഒരു I1 ഉണ്ടാവും, ഇവിടെ എന്തുണ്ടാവും? ഒരു I2 കറണ്ടും ഉണ്ടാവും. ഓക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? ഇവിടെ ഉണ്ടാവുന്ന കറണ്ട്, വൈദ്യുതി എന്തായിരിക്കും? വൈദ്യുത പ്രവാഹ തീവ്രത സെയിം ആയിരിക്കും. പക്ഷെ ഇവിടെ എന്താണ്, കറണ്ട് ഡിഫറെന്റ് ആണ്. അപ്പൊ ഒന്നാമത്തെ എന്താണ്, കറണ്ട് രണ്ട് പ്രതിരോധകത്തിലും എന്താണ്, തുല്യമാണ്. ഇവിടെ എന്താണ്, സെയിം ആണ്. ഇനി വോൾട്ടേജ്. അപ്പൊ എന്താണ്, ഈ ഇതിലൂടെ പോകുന്ന സമയത്ത് നമ്മൾ പറഞ്ഞ വോൾട്ടേജ് സെപ്പറേറ്റ് കണക്ട്. ഇവിടെയാണെങ്കിൽ എന്താ, ഈ വോൾട്ടേജ് രണ്ടിനും ഒരുപോലെ തന്നെ ആയിരിക്കും അല്ലെ. ബാറ്ററിയുടെ രണ്ട് അഗ്രമായിട്ട് രണ്ട് റെസിസ്റ്ററും കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ വോൾട്ടേജ് എന്താണ്, വി തന്നെയായിരിക്കും. ഇതിന്റെ എന്താണ്, വി തന്നെയായിരിക്കും. സെയിം ആണ് വോൾട്ടേജ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, സെപ്പറേറ്റ് എന്താണ്, വേറെ വേറെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലെ. രണ്ട് വോൾട്ടേജിന്റെ രണ്ട് അഗ്രമായിട്ട് രണ്ട് റെസിസ്റ്ററും കണക്ഷൻ വന്നിട്ടുണ്ടാവില്ല. ഇതിന്റെ പോസിറ്റീവ് ടെർമിനലാണ്, ഇതിന്റെ നെഗറ്റീവ് ടെർമിനലാണ്. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും വോൾട്ടേജ് എന്താണ്, ഡിഫറെന്റ് ആണ്. അപ്പൊ എന്താ, ഇതിനൊരു V1 വോൾട്ടേജ് ഉണ്ടാവും, ഇതിനൊരു V2 വോൾട്ടേജ് ഉണ്ടാവും. അതാണ് ഇവിടെ കൊടുത്തത്. വി ഇവിടെ എന്താണ്, വ്യത്യാസമാണ്, ഡിഫറെന്റ് ആണ്. ഇവിടെ എന്താണ്, വി എന്ന് പറഞ്ഞാല് തുല്യമാണ്. ഇനി നമ്മള് റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിന് രണ്ട് പ്രതിരോധകം ഉണ്ടല്ലോ. അപ്പൊ രണ്ട് കൂടിയിട്ട് ഒരു വലിയ റെസിസ്റ്റൻസ് ആയിരിക്കും, അല്ലെങ്കിൽ കുറച്ച് റെസിസ്റ്റൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ ശ്രേണി രീതിയിലാണെങ്കിൽ റെസിസ്റ്റൻസ് എന്താണ്, കൂടുകയാണ് ചെയ്യുക. അപ്പൊ രണ്ടും കൂടിയുള്ള റെസിസ്റ്റൻസ് നമ്മൾ എന്ത് വിളിക്കും? സഫല പ്രതിരോധം എന്ന് വിളിക്കും. സഫല പ്രതിരോധം ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഇക്വലന്റ് റെസിസ്റ്റൻസ്. അപ്പൊ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇവിടെ സഫല പ്രതിരോധം എന്താണ് ചെയ്യുന്നത്? സീരീസ് ആവുന്ന സമയത്ത് കൂടുകയാണ് ചെയ്യുക. ഇവിടെ എന്താണ് ചെയ്യുക? ഇവിടെ നേരെ തിരിച്ച് കുറയാണ് ചെയ്യുക. ഇനി പറയാന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നമുക്ക് ഈ ഒരു റെസിസ്റ്റർ കേടായിപ്പോയി എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് എപ്പോഴും പ്രവർത്തിക്കുക എന്തായാലും ഒരു ക്ലോസ്ഡ് ലൂപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സർക്യൂട്ട് പ്രവർത്തിക്കുള്ളൂ. അപ്പൊ ഇത് കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ ആ സർക്യൂട്ടിൽ ഇവിടെ വരെ മാത്രമേ കറണ്ട് പോവുള്ളൂ അല്ലെ. അപ്പൊ എന്നാൽ ഇത് കംപ്ലീറ്റ് അല്ല. അപ്പൊ എന്താണ്, മൊത്തമായിട്ട് ഒരു റെസിസ്റ്ററിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സർക്യൂട്ട് എന്താണ്, വർക്ക് ചെയ്യില്ല. അപ്പൊ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ റെസിസ്റ്റർ കംപ്ലൈന്റ് ആയി, ഒന്നാമത്തെ റെസിസ്റ്റർ കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. എന്താണ്, കറണ്ട് ഇതിലൂടെ പോയി കഴിഞ്ഞാൽ ഇതിലൂടെ കറണ്ടിന് സുഖമായിട്ട് പോവാം അല്ലെ. അപ്പൊ എന്ത് സംഭവിക്കും? ഒരു റെസിസ്റ്ററിന്
കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു ഉപകരണത്തിനോ അല്ലെ, റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ ബൾബ്, ഫാൻ എന്നൊക്കെ പറഞ്ഞല്ലേ, ഒരു ഉപകരണത്തിന് കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാലും ഈ സർക്യൂട്ടിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല അല്ലെ. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ എങ്ങനെയാണ് പാരലൽ അല്ലെങ്കിൽ സമാന്തര രീതിയിലാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടൊന്ന് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബൾബാണ് കണക്ട് ചെയ്യുന്നത് വെച്ചോ. റെസിസ്റ്ററിന് എന്താണ് റെസിസ്റ്റർ ആയിട്ട് നമ്മൾ ബൾബാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ബൾബാണ് ഘടിപ്പിച്ചതെന്ന് വെച്ചാൽ, അപ്പോൾ ഏത് ബൾബാണ്, ഏത് രീതിയിൽ ഘടിപ്പിച്ചാണ് ബൾബ് കൂടുതൽ ഗ്ലോ ചെയ്യുക അല്ലെ, കൂടുതൽ നല്ല തിളക്കത്തിൽ കത്തുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മൾ ഇതിലാവുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു എന്താണ്, വോൾട്ടേജ് രണ്ടും ഡിഫറെന്റ് ആണ്. ഇവിടെ എന്നാൽ വോൾട്ടേജ് സെയിം ആണ്. വോൾട്ടേജ് സെയിം ആയതുകൊണ്ട് തന്നെ എന്താണ്, ഇവിടെ ഉണ്ടാകുന്ന രണ്ട് ബൾബ് ഒരേപോലെ ആയിരിക്കും കത്തുക. പവറിനനുസരിച്ചിട്ടാണ്, ഒരേ പവറുള്ള ബൾബാണ് ഘടിപ്പിച്ചെങ്കിൽ എന്താണ് രണ്ടും ഒരേപോലെ കത്തും. ഇവിടെ ആവുന്ന സമയത്ത് കുറച്ച് വ്യത്യാസമുണ്ടോ? അതായത് ഏതിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ, ഇതിനാണ് R1 റെസിസ്റ്റൻസ് കൂടുതൽ, പ്രതിരോധം കൂടുതൽ എന്നായിരിക്കാം. അപ്പൊ R1 എന്ത് ചെയ്യും? കൂടുതൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പൊ R1 റെസിസ്റ്റൻസ് കൂടുതൽ ഉണ്ടായെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് ഇവിടെയാണ് കൂടുതൽ ഉണ്ടാവുക. അപ്പൊ എന്ത് സംഭവിക്കും? ഇത് കുറച്ചുകൂടി നല്ല തിളങ്ങി കത്തും. അപ്പൊ ഏതിനാണോ റെസിസ്റ്റൻസ് കൂടുതൽ അവിടെ ഉണ്ടാവുന്ന ബൾബായിരിക്കും കൂടുതൽ കത്തുക. അപ്പൊ സീരീസ് കണക്ഷൻ ആവുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കുറച്ച് പ്രോബ്ലംസും കൂടി, അത് കൂടി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രതിരോധകം എന്ന് പറഞ്ഞ ഈ പോർഷൻ മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയി എന്ന് പറയാം. ഓക്കെ, താങ്ക് യു.